നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കുലുക്കല്ലൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും. KPCC അംഗം റിയാസ് മുക്കോളി ധർണ ഉദ്ഘാടനം ചെയ്തു. കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഭരണസ്തംഭനമാണെന്നും അഴിമതിയും സ്വജനപക്ഷവുമാണ് നടക്കുന്നതെന്നും ആരോപിച്ചാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയത്. KPCC അംഗം റിയാസ് മുക്കോളി സമരം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് നൂറുദ്ദീൻ അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് മോഹൻദാസ്, EK മുഹമ്മദ് കുട്ടിഹാജി, രാജൻ പൂതാനിയിൽ, ഗഫൂർ MK, മിസിത സൂരജ്, ഇബിനു, ഉണ്ണികൃഷ്ണൻ, നൌഷാദ് ഇടത്തോൾ, KP അയ്യപ്പൻ, മൊയ്തീൻ, മുനിവർ ചുണ്ടമ്പറ്റ മറ്റു നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു. ഇന്ത്യയിൽ ഇവരുടെ ഈ ഒരു സ്വഭാവത്തിനും ഇവരുടെ ആശയവും ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ. ഇവരാകെ ഇപ്പോൾ ഭരിക്കുന്നത് ഈ കേരളത്തിൽ മാത്രമാണ്. അത് അല്ലാതെ എവിടെയും ഇപ്പോൾ ഭരണവുമില്ല. MP-മാരാകെ വളരെ കുറവാണ്. വളരെ ആകെ MP-മാരാണ് ഇവർക്ക് ആകുന്നത്. ഇവരെ പാർട്ടി ചിഹ്നം പോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ സ്റ്റേറ്റ് ഭരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ വലിയ സ്വേച്ഛാധിപതിയായി, ഒരു തൊഴിലാളി സ്വേച്ഛാധിപതിയായാണ് പിണറായി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് മാത്രം ഇഷ്ടങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ പാർട്ടി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയൊരു ഫോക്കസാണ് ഭരിക്കുന്നത്. അധികൃതരുടെ അനാസ്ഥയുടെ നേർസാക്ഷ്യം. കൂറ്റനാട് ഗുരുവായൂർ റോഡിൽ സംഗമം ഓഡിറ്റോറിയത്തിന് മുൻവശത്തുള്ള മാവിന്റെ ഭീമൻ ശിഖരം പൊട്ടിവീണു. വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. മരക്കൊമ്പ് വീണ് സംഗമം ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന CSC സെന്ററിന്റെ ബോർഡുകൾ തകർന്നു. മരക്കൊമ്പ് വൈദ്യുതി കമ്പികളിൽ തൂങ്ങി നിന്നതുകൊണ്ട് വന്നപകടം ഒഴിവായി. കെട്ടിടങ്ങൾക്ക് മുൻപിൽ നിൽക്കുന്ന മരങ്ങൾ അപകടാവസ്ഥയിലാണെന്ന് കാണിച്ച് നിരവധി തവണ പ്രദേശവാസികൾ തൃത്താല PWD അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് പരാതി നൽകിയിരുന്നു. നാഗലശ്ശേരി പഞ്ചായത്തിലും വില്ലേജ് ഓഫീസിലുമെല്ലാം സമാനമായി പരാതി നൽകിയിരുന്നു. എന്നാൽ നാളിതുവരെയായിട്ടും അപകടഭീതി ഒഴിവാക്കാൻ അധികൃതർക്കായിട്ടില്ല. ഇതിനിടെയാണ് മരത്തിന്റെ ഭീമൻ ശിഖരം പൊട്ടിവീണത്. കാലപ്പഴക്കം ചെന്ന ഈ മരങ്ങൾ ഇനിയും മുറിച്ചു മാറ്റിയിട്ടില്ലെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. CCTV ന്യൂസ് തൃത്താല. കനത്ത മഴയിൽ ചങ്ങരംകുളം പാവിട്ടപ്പുറത്ത് പടുകൂറ്റൻ മരം സംസ്ഥാന പാതയിലേക്ക് വീണു. വൻ ദുരന്തമൊഴിവായി. കുറ്റിപ്പുറം തൃശൂർ സംസ്ഥാന പാതയിൽ പാവിട്ടപ്പുറം മാങ്കുളത്താണ് കൂറ്റൻ മരം റോഡിലേക്ക് വീണത്. വെള്ളിയാഴ്ച കാലത്ത് 11 മണിയോടെയാണ് സംഭവം. തിരക്കേറിയ പാതയിൽ മരം വീഴുന്ന സമയത്ത് വാഹനങ്ങൾ എത്താതിരുന്നതുകൊണ്ടാണ് വലിയ അപകടം ഒഴിവായത്. അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ 1 മണിക്കൂറോളം ഗതാഗതം മുടങ്ങി. പൊന്നാനിയിൽ നിന്നെത്തിയ ഫയർഫോഴ്സും ചങ്ങരംകുളം പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ ശ്രമങ്ങൾക്കൊടുവിൽ മരം മുറിച്ച് റോഡിൽ നിന്ന് മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയിൽ വാവനൂർ കട്ടിൽമാടം ചരിത്ര സ്മാരകത്തിന് താൽക്കാലിക സുരക്ഷയ്ക്കായി ക്രാഷ് ബാരിയർ ഒരുങ്ങുന്നു. പുരാവസ്തു വകുപ്പിന്റെ നേതൃത്വത്തിൽ നിർമ്മാണം തുടങ്ങി. കട്ടിൽമാടത്തോട് ചേർന്നുള്ള തിരക്കേറിയ പാതയിലൂടെ രാപ്പകൽ വ്യത്യാസമില്ലാതെ നിരവധി വാഹനങ്ങളാണ് ദിവസവും കടന്നുപോകുന്നത്. സർക്കാർ രേഖയിൽ പുറമ്പോക്കായി കിടക്കുന്ന 3/4 ഏക്കറോളം ഭൂമിയിലാണ് ഈ കരിങ്കൽ സൗധം നിൽക്കുന്നതായി ആദ്യകാല ചരിത്രരേഖയിൽ കാണിക്കുന്നതെങ്കിലും നിലവിൽ വീതി കുറഞ്ഞ ചെറിയ സ്ഥലത്താണ് ഉള്ളത്. കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ 3 തവണ വലിയ ചരക്കുവാഹനങ്ങൾ ഇടിച്ചതിനെ തുടർന്ന് സ്തൂപത്തിന്റെ 2 മൂലകളിലും പൊട്ടൽ സംഭവിച്ചിരുന്നു. കട്ടിൽമാടത്തിന്റെ സുരക്ഷയില്ലായ്മയെപ്പറ്റി മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു. തുടർന്ന് 10 മാസങ്ങൾക്കു ശേഷമാണ് പുരാവസ്തു വകുപ്പ് രാത്രിയിലെത്തുന്ന വാഹനങ്ങൾ സ്തൂപത്തിലേക്ക് ഇടിച്ചു കയറാതിരിക്കാനായി ക്രാഷ് ബാരിയർ സ്ഥാപിക്കുന്നത്. പുരാവസ്തു വകുപ്പ് പൊതുമരാമത്ത് വകുപ്പിന്റെ സഹകരണത്തോടെ നിർമ്മിക്കുന്ന അതിർത്തി കവചത്തിന്റെ നിർമ്മാണം വ്യാഴാഴ്ച ഉച്ചയോടെയാണ് തുടങ്ങിയത്. കറുപ്പു നിറത്തിലുള്ള കരിങ്കൽ സ്തൂപം രാത്രിയിലെത്തുന്ന വാഹനങ്ങൾക്ക് കാണാനാവുന്ന വിധത്തിലുള്ള LED വെളിച്ചം സ്ഥാപിച്ചാൽ മാത്രമേ അപകടം പൂർണ്ണമായി ഒഴിവാക്കാനാകൂ എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. റോഡിന്റെ വീതി കുറവും അപകട സാധ്യതയുണ്ടാക്കുന്നുണ്ട്. CCTV ന്യൂസ് തൃത്താല. തൃത്താലയിൽ തിരക്കുള്ള യാത്രാ ബസ്സിനകത്ത് മാല മോഷണം. കുമ്പിടി നയ്യൂർ സ്വദേശിനി വാര്യത്തുപടി സരസ്വതിയുടെ 1.5 പവൻ തൂക്കമുള്ള സ്വർണ്ണമാലയാണ് കവർന്നത്. കുറ്റിപ്പുറം കൂറ്റനാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ബിസ്മി ബസ്സിലാണ് വെള്ളിയാഴ്ച രാവിലെ മാലമോഷണം നടന്നത്. ബസ്സിനകത്ത് നിന്ന് പൊട്ടിച്ചെടുത്ത സ്വർണ്ണമാലയുടെ ലോക്കറ്റ് ലഭിച്ചു. കൂറ്റനാട്ടെ തൃത്താല ബ്ലോക്ക് ഓഫീസിലെ ICDS ഓഫീസ് പാർട്ട് ടൈം ജീവനക്കാരി സരസ്വതി ബിസ്മി ബസ്സിലെ സ്ഥിരം യാത്രക്കാരിയാണ്. വീട്ടിൽ നിന്ന് കൂറ്റനാട്ടെ ജോലി സ്ഥലത്തേക്ക് വരുന്നതിനിടെയായിരുന്നു സംഭവം. കൂറ്റനാട് സെന്ററിൽ ബസ് ഇറങ്ങിയ ഉടനെ കഴുത്തിൽ സ്പർശിച്ച സമയത്താണ് മാല നഷ്ടമായ വിവരം മനസ്സിലാകുന്നത്. ഉടൻ തന്നെ ഓടി ബസ്സിനടുത്തെത്തി ബസ് ജീവനക്കാർ വിവരം അറിയിച്ചു. തുടർന്ന് നടത്തിയ തിരച്ചിലിൽ ചവിട്ടുപടിയുടെ ഭാഗത്തുനിന്ന് ലോക്കറ്റ് കണ്ടെത്തി. ബസ് ഇറങ്ങുന്ന സമയത്ത് കഴുത്തിൽ വലിവ് അനുഭവപ്പെട്ടിരുന്നുവെങ്കിലും തിരക്കായതിനാൽ നിലത്തിറങ്ങി നിന്ന ശേഷമാണ് മാല നഷ്ടമായ വിവരം അറിയാൻ സാധിച്ചത്. ഈ സമയത്ത് യാത്രക്കാർ ബസ്സിൽ
നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. സരസ്വതിയുടെ പരാതിയിൽ ചാലിശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. CCTV ന്യൂസ് തൃത്താല. ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലാ സംസ്കൃതം അക്കാദമിക് കൗൺസിലിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ സംസ്കൃത ദിനാചരണം സംഘടിപ്പിച്ചു. മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലാ സംസ്കൃതം അക്കാദമിക് കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് പട്ടാമ്പിയിൽ സംസ്കൃത ദിനാചരണം സംഘടിപ്പിച്ചത്. മുഹമ്മദ് മുഹസിൻ MLA ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. പുരാണ ഇതിഹാസങ്ങളുടെ അതുപോലെ തന്നെ കാവ്യങ്ങളുടെ ഒക്കെ തന്നെ വലിയ സമ്പത്തുള്ള ഒരു ഭാഷയാണ്. ഒരുപാട് തലമുറകളിലൂടെ, ഒരുപാട് സംസ്കാരങ്ങളിലൂടെ, ഒരുപാട് പ്രാദേശിക വ്യത്യാസങ്ങളുണ്ടെങ്കിലും അതിലൂടെയൊക്കെ കടന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷകളിലൊന്നാണ്. ആ ഭാഷയെ പരിപോഷിപ്പിക്കുക, അത് ജനങ്ങളിലേക്ക് എത്തിക്കുക, അതിൻ്റെ വലിയ സാഹിത്യ സമ്പത്ത് അതിനെ പ്രിസർവ് ചെയ്യുക, അങ്ങനെ തുടങ്ങി അതുമായി ബന്ധപ്പെട്ട കൾച്ചർ ജനങ്ങളിലേക്ക് എത്തിക്കുക, ആ കൾച്ചറൽ ഹെറിറ്റേജ് നമുക്ക് അഭിമാനമായി മാറുക തുടങ്ങി നിരവധി ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടിയാണ് സംസ്കൃത ദിനം നമ്മൾ ആഘോഷിക്കുന്നത്. സംസ്കൃത അക്കാദമിക് കൗൺസിൽ ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയുടെ നേതൃത്വത്തിൽ ഇവിടെ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇടക്കാലത്ത് സംസ്കൃത ഭാഷ കൈവിട്ടുപോയി എന്ന് തോന്നിയതിൽ നിന്ന് മാറി ഇന്ന് കൂടുതൽ അത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അടക്കം എത്തിക്കൊണ്ടിരിക്കുകയാണ്. പട്ടാമ്പി താലൂക്ക് കോൺഫറൻസ് ഹാളിൽ വെച്ചായിരുന്നു ദിനാചരണം നടത്തിയത്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികണ്ഠൻ അധ്യക്ഷയായി. ആനക്കര റിട്ടയർഡ് പി വിജയൻ പദ്ധതി അവതരണം നടത്തി. KV രാജീവ്, AK അനീഷ്, രമേശ് കൈതപ്പുറം, പൂർണാദേവി, ഡോക്ടർ P പത്മനാഭൻ, ശിവപ്രസാദ്, കല്ലിശ്ശേരി മകേഷ്, പട്ടാമ്പി AO ബാബുരാജ്, VP മനോജ്, K മോഹൻദാസ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. സാധ്യതകൾ നമ്മൾ അതിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ അതിൽ നിന്നും മാറി നിൽക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മളെപ്പോഴും മുന്നോട്ട് തന്നെയാണ് പോകേണ്ടത്. ഈ സംസ്കൃതം എന്ന ഈ ഭാഷ വളരെ പഴക്കച്ചെന്ന ഒരു ഭാഷയാണ്. ഒരു ഇന്തോ യൂറോപ്യൻ ഭാഷയാണ് സംസ്കൃതം. ഇന്തോ യൂറോപ്യൻ ഭാഷ കുടുംബത്തിൽ നിന്നും ഉണ്ടായ ഒരു ഭാഷയാണ് സംസ്കൃതം. ഈ ഇന്തോ യൂറോപ്യൻ ഭാഷകൾ തമ്മിൽ നല്ല സാദൃശ്യമുണ്ട്. ഈ ഭാഷയിൽപ്പെട്ട മറ്റൊരു ഭാഷ തന്നെയാണ് ജർമാനിക്, കെൽറ്റിക്, ബാൽട്ടോസ്ലാവോണിക് എന്നിങ്ങനെ കുറെ ഭാഷകൾ സംസ്കൃതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ട്. ഇവ തമ്മിൽ നല്ല സാദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഇന്തോ യൂറോപ്യൻ ഭാഷയിൽപ്പെട്ട ജർമാനിക്കിൽ നിന്നും ഉണ്ടായ ഒരു ഭാഷയാണ് ഇംഗ്ലീഷ്. നമുക്കറിയാം, ഇംഗ്ലീഷിൽ നമ്മൾ പല പദങ്ങളും സംസ്കൃതവുമായിട്ട് നല്ല സാദൃശ്യം നമുക്ക് കാണാൻ കഴിയാറ്. ഇപ്പോൾ മദർ എന്നുള്ള അമ്മ എന്ന അർത്ഥം വരുന്ന മദർ എന്ന പദം ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ സംസ്കൃതത്തിലെ മാതൃശബ്ദമായിട്ടാണ്. സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗികവും തൊഴിൽപരവുമായ ചൂഷണങ്ങൾക്കെതിരെ പോരാടുന്ന വനിതകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മഹിളാ അസോസിയേഷൻ കൂറ്റനാട് പ്രതിഷേധ പ്രകടനവും കൂട്ടായ്മയും സംഘടിപ്പിച്ചു. മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി V ശാരദ, ട്രഷറർ രമണി ടീച്ചർ എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റജീന അധ്യക്ഷയായിരുന്നു. VP സരസ്വതി, P ദീപ, ആനി വിനു എന്നിവർ നേതൃത്വം നൽകി. കൊപ്പത്ത് വിവിധ സ്കൂളുകളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. മുഹമ്മദ് മുഹസിൻ MLA സല്യൂട്ട് സ്വീകരിച്ചു. വിളയൂർ കൊപ്പം നടുവട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 2022-24 വർഷത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് കൊപ്പം സ്കൂൾ മൈതാനിൽ വെച്ച് നടത്തിയത്. മുഹമ്മദ് മോഹസിൻ MLA പാസിംഗ് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ചു. തുടർന്ന് നടന്ന ചടങ്ങ് മുഹമ്മദ് മോഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 2 വർഷത്തെ പരിശീലനത്തിന് ശേഷം ഏറ്റവും നന്നായി ആ പരിശീലനം പൂർത്തീകരിച്ചുകൊണ്ട് നിങ്ങളുടെ പാസിംഗ് ഔട്ട് പരേഡ് ഏറ്റവും മനോഹരമായി ഇവിടെ കാഴ്ചവെച്ചിരിക്കുകയാണ്. ആദ്യമേ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനം അറിയിക്കുകയാണ്. ഈ മാർച്ച് പാസ്റ്റ് അതിമനോഹരമായിട്ടാണ് നിങ്ങളെല്ലാവരും ചെയ്തിട്ടുള്ളത്. വളരെ ചടുലതയോടെ, ചിട്ടയോടുകൂടി അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് കേരളം മറ്റു പല കാര്യത്തിലും നമ്മുടെ രാജ്യത്തിന് മാതൃകയായിട്ടുള്ളതുപോലെ തന്നെ ഈ പ്രോജക്റ്റ് നമ്മൾ കൊണ്ടുവന്നതാണ്.
കേരളത്തിൽ നിന്ന് ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളെല്ലാം മാതൃകയാക്കിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കിടയിൽ നിയമത്തെ അനുസരിക്കുന്ന അച്ചടക്കമുള്ള മികച്ച പൗരന്മാരെ വാർത്തെടുക്കാനുള്ള നല്ല പദ്ധതിയായിട്ടാണ് SPC അറിയപ്പെടുന്നത്. കൊപ്പം പോലീസ് സ്റ്റേഷനിലെ SHO ശിവശങ്കരൻ കേഡറ്റുകൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ ഷാബിറ, ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുക്കുട്ടിയടത്തു, തിരുവേപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK ആസീസ്, കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ, വെളിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ, നടുവട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപിക രാധിക, കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപിക KT ജലജ, വെളിയൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ പ്രധാനാധ്യാപിക നിഷ, നടുവട്ടം ഗവൺമെന്റ് ജനത ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ ജൂഡ് ലൂയിസ്, കൊപ്പം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ ഷാജി, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഉമ്മർ, കൊപ്പം പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അഭിലാഷ്, മനോജ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ CITU-വിന്റെ ആഭിമുഖ്യത്തിൽ ഓങ്ങല്ലൂരിൽ ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചു. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി സെസ്സുമായി ബന്ധപ്പെട്ടായിരുന്നു ഓപ്പൺ ഫോറം. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ CITU-വിന്റെ ആഭിമുഖ്യത്തിലാണ് ഓങ്ങല്ലൂർ സെന്ററിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി സെസ്സുമായി ബന്ധപ്പെട്ട ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചത്. യൂണിയൻ ഏരിയ സെക്രട്ടറി T ഷാജി ഓപ്പൺ ഫോറം ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PP വിജയൻ അധ്യക്ഷത വഹിച്ചു. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ ട്രഷറർ NP വിനയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. വീട്ടാവശ്യത്തിന് താമസത്തിന് വേണ്ടി വീട് നിർമ്മിക്കുന്നവർ 10 ലക്ഷത്തിൽ കൂടുതൽ വെച്ചാൽ മതി. 10 ലക്ഷത്തിൽ കൂടുതൽ ചെലവഴിച്ച് നിർമ്മിക്കുന്ന വീടിന് 1% കൊടുക്കേണ്ടതുള്ളൂ. മറ്റ് വാണിജ്യ ആവശ്യത്തിനോ വ്യാപാര ആവശ്യത്തിനോ ഒക്കെ നിർമ്മിക്കുന്ന പ്രവൃത്തികളുണ്ടല്ലോ, അതിന് 1 ലക്ഷമാണെങ്കിലും കൊടുക്കണം. വീട് വെക്കാൻ, വീടിന് വേണ്ടി 10 ലക്ഷം താഴെയുള്ള വീടുകളൊന്നും സെസ് കൊടുക്കേണ്ടതില്ല. 2% സെസ് ഇന്ത്യ രാജ്യത്ത് പാർലമെന്റ് പാസാക്കിയ നിയമം അനുസരിച്ച് ക്ഷേമനിധി ബോർഡിലേക്ക് പിരിച്ചെടുക്കാൻ നിയമമുണ്ട്. അന്ന് പിന്നെ നിർത്താം. ഇപ്പൊ അതിനെ എതിർക്കുന്ന കോൺഗ്രസും BJP പാർലമെന്റ് ഉണ്ടായിരുന്നില്ല. പാർലമെന്റ് നിർത്താം. അന്നും കേരളത്തിൽ CITU പറഞ്ഞു 2% കുറച്ച് കൂടുതലാണ്, 1% മതി. 2% കുറച്ച് കൂടുതലാണ്, 1% മതി. കേരളത്തിൽ അന്ന് നായനാരുടെ ഗവൺമെന്റാണ്. ആ ചട്ടം നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ കേരളത്തിൽ 1% മതി തീരുമാനിച്ചു. ആ ലേബർ വകുപ്പ് മുഖേന പിരിച്ചെടുക്കാനായിരുന്നു അന്ന് തീരുമാനിച്ചിരുന്നത്. AM നാരായണൻ മാസ്റ്റർ, M രാമചന്ദ്രൻ, TV ഗിരീഷ്, TP രജീഷ്, വാസുദേവൻ മാസ്റ്റർ, K ഗോവിന്ദൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.